മുട്ട വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം. സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം ഉപയോഗിക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിനൊരു ഫില്ലിംഗ് ആണ് ഫസ്റ്റ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം അതിട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഒരു ശകല ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ഇപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് സ്ലോയിൽ വെച്ച് കൊടുക്കാം, സിമ്മിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയെ, 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയെ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആ പച്ച വാസനയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് മല്ലിയില ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, മല്ലിയില ചേർത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടിയത് ബ്രെഡാണ്. ഞാനിങ്ങനെ ബ്രെഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എത്ര വേണോ നമുക്ക് അത്രയും എടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ആകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെച്ച് ഒന്നിങ്ങനെ കവർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ 3 എണ്ണം ആകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണേലും എടുക്കാം. എനിക്കിപ്പം ഞാൻ തന്നെ ഉള്ളു ഇവിടെ, അതുകൊണ്ട് 3 എണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഫില്ലിങ്ങിനുള്ള മുട്ട. അത് ഞാൻ മുട്ട നന്നായിട്ട് വേവിച്ച് 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ശകലം കുരുമുളക് പൊടിയും, ശകലം മതി, ഒത്തിരി വേണ്ട, ശകല ഉപ്പും, ആവശ്യത്തിന് ശകല ഉപ്പും, ശകലം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മതി. നമുക്ക് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ബ്രെഡ് പീസ് ഒരെണ്ണം എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് സെൻറ്ററിൽ മാത്രമേ വയ്ക്കാവുള്ളൂ. 1 സ്പൂണോ 2 സ്പൂണോ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ മുട്ട, ഈ മുട്ട നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരിച്ചിരി മൈദ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി ഒരു ബ്രെഡ് വെച്ചാണല്ലോ ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ വന്ന് നമുക്ക് അത് വിട്ടു പോകാതിരിക്കാനായിട്ട് നല്ലതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മൈദാമാവ് പശമാതിരി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ബ്രെഡ് പീസ് വെച്ച് ഇങ്ങനെ ആമക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ അങ്ങനെ ഒട്ടിയിരിക്കും. ഇപ്പം നമ്മുടെ മുട്ട പീസ് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പാടാം കേട്ടോ.
പിന്നെ മുട്ട വേണമെങ്കിൽ 4 വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഭാഗത്തോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ നമ്മുടെ മാവിവിടെ തേച്ച് കൊടുക്കാം. നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡ് ഇത് നമുക്കിതിനകത്തോട്ട് നന്നായിട്ട് നമ്മുടെ മുട്ട മിശ്രിതത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്കിത് പാനിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സൈഡും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സൈഡും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് കൈ പൊള്ളരുത്. ഇതുപോലെ 2 ചട്ടുകം പിടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് എന്തെങ്കിലും വെച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.